ഹായ് ഗൈസ്. അപ്പോൾ ഒരു HTML ഡോക്യുമെന്റിലോട്ട് എങ്ങനെയൊക്കെ CSS പ്രോപ്പർട്ടീസ് ഒരു CSS എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി. സോ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു HTML എലമെന്റിനെ CSSലോട്ട് റെഫറൻസ് എടുക്കുക. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു HTML എലമെന്റ് നിങ്ങൾക്ക് സ്റ്റൈൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു CSS അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് കൊടുക്കുന്ന CSS ആയാലും അതിലെങ്ങനെയാണ് ഇതിനെ ടാർഗറ്റ് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി എല്ലാവർക്കും മനസ്സിലോട്ട് വരിക ആ ടാഗിന്റെ പേര് കൊടുത്താൽ പോരെ എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത്, ഇപ്പൊ ടാഗിന്റെ പേര് എന്ന് പറയുമ്പോൾ H1 ടാഗ് പല ഡിവിഷനിലും ഇപ്പൊ പല ഡിവിലായിട്ട് ഒരു വെബ്സൈറ്റിന്റെ പല ഭാഗത്തും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു H1 ടാഗ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത H1 ടാഗിന് മാത്രമുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും കൊടുക്കേണ്ടിട്ടുണ്ടാവുക. പക്ഷെ അടിയിൽ വേറെ H1 ടാഗ് ഉണ്ടാവും, അതിന് ഇത്രയും സ്റ്റൈൽസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും അല്ലെങ്കിൽ ഇന്ന ഫോണ്ട് സൈസ് ഒന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഒരു HTML ആട്രിബ്യൂട്ടിന്റെ നെയിം ചിലപ്പോൾ സെയിം ആയിരിക്കാം, പക്ഷെ അത് രണ്ടും ഡിഫറെന്റ് സ്റ്റൈൽസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട സെനാരിയോസ് ആയിരിക്കും ഭൂരിഭാഗം സമയത്തും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു HTML എലമെന്റിനെ CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സെലക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എലമെന്റ്സിന് നമ്മളെ സഹായിക്കുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ സെലക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ ഏറ്റവും കൂടുതലും HTML CSS വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്ലാസ് സെലക്ടർ എന്ന് പറയും. ഇത് ക്ലാസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു എലമെന്റിന് കുറച്ച് പേരുകൾ ഡിഫൈൻ ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ ഈ ഒരു എലമെന്റിന് ടൈറ്റിൽ ആയതുകൊണ്ട് ടൈറ്റിൽ എന്നുള്ളൊരു പേര് കൊടുത്തു. അതേപോലെ അത് ബോൾഡ് ആക്കേണ്ടതുകൊണ്ട് ബോൾഡ് എന്നുള്ളൊരു പേര് കൊടുത്തു. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പേര് കൊടുത്ത് എന്ന് വെച്ചിട്ട് ഇതിനൊരു ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. ഇത് എപ്പോഴാണ് ഇതിന് എഫക്റ്റ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ എക്സ്റ്റേണൽ ഒരു CSS ഫയൽ ഇതിലോട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഫയൽ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ ക്ലാസ് സെലക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്ത ടൈറ്റിൽ, ബോൾഡ്, അപ്പോൾ ഇവിടെ കളേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കാണാം കളേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ക്ലാസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത പേരുകൾ ഇപ്പൊ ഈ സ്പേസ് ഇടുമ്പോൾ ഈ സ്പേസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും ഡിഫറെന്റ് പേരുകളാണ്. അപ്പൊ ഞാൻ ടൈറ്റിൽ എന്ന് പറഞ്ഞതിന്റെ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുമ്പോൾ ആദ്യം ഡോട്ട് കൊടുക്കുക. ക്ലാസ് സെലക്ടർ ആണെന്ന് CSSന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആ ഡോട്ട് ഇട്ടിട്ട് ആ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ CSS മനസ്സിലാവും അതൊരു ക്ലാസ് സെലക്ടർ ആണ്. അപ്പോൾ HTML ഡോക്യുമെന്റിൽ ടൈറ്റിൽ എന്നുള്ള പേരുള്ള ടൈറ്റിൽ എന്നുള്ള എവിടെയൊക്കെ നിങ്ങൾ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ആവും. ടൈറ്റിലിന് ഇത്ര ഫോണ്ട് സൈസ് മാത്രം മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അത് മാത്രം ഡിഫൈൻ ചെയ്തു. അതുപോലെ ബോൾഡ് എന്നുള്ളത് സെപ്പറേറ്റ് കൊടുത്തു. അപ്പൊ ഇതുകൊണ്ടുള്ള ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ടൈറ്റിൽ നിന്ന് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ബോൾഡ് ഡിഫൈൻ ചെയ്യാം. അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല H1 ടാഗിന് നിങ്ങൾക്ക് ബോൾഡ് എന്ന് കൊടുക്കണ്ടാവും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു എലമെന്റ് നിങ്ങൾക്ക് എത്ര ക്ലാസ്സസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു എലമെന്റിനെ നിങ്ങൾക്ക് ഡിഫറെന്റ് മൾട്ടിപ്പിൾ IDs യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്ലാസ് സെലക്ടറിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു സെലക്ടറാണ് ID സെലക്ടർ എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത് അത് CSSൽ നിങ്ങൾ റെഫറൻസ് കൊടുക്കുന്നത് ഹാഷ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടാണ്. അപ്പൊ ഹാഷ് എന്ന് കൊടുക്കുന്ന സമയത്ത് CSS ഏതെങ്കിലും ID സെലക്ടർ ഉണ്ടോ എന്നുള്ളത് പോയി ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ID സെലക്ടർ സബ് ടൈറ്റിൽ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഹാഷ് എന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും ഈ ക്ലാസ് സെലക്ടറും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ID സെലക്ടർ ഇപ്പോൾ ഒരു HTML എലമെന്റിന് ID സെലക്ടർ ആയിട്ടിട്ട് സിംഗിൾ സാധനം മാത്രമേ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയാം, അതിന്റെ ഒരു പ്ലസും. കാരണം ഇപ്പൊ ID സെലക്ടർ സിംഗിൾ ഒരു സാധനം മാത്രമേ എലമെന്റിന് ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ ഒരു യുണീക്ക് ആയിട്ട് ഒരു എലമെന്റിനെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാണ്ടാവുമ്പോൾ അതിനൊരു ID സെലക്ടർ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് അതിന് ഈ CSSലെ റെഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത ഭൂരിഭാഗം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജനറൽ ആയിട്ട് പല പ്രോപ്പർട്ടീസിന് പല എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ, CSS പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വെച്ച് ഡിഫൈൻ ചെയ്തിട്ട് അത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ ഈ ഒരു ID സെലക്ടറും ക്ലാസ് സെലക്ടറും ആണ് നമ്മൾ CSS ഒരു HTML എലമെന്റിനെ CSSൽ റെഫറൻസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മേജർ ഒരു സാധനം. ഇതാണ് ഭൂരിഭാഗം എല്ലാ ഒരു സംഭവത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ടാഗ് വെച്ച് റെഫറൻസ് ചെയ്യാം. ഞാൻ ഇതിൽ P ടാഗ് യൂസ് ചെയ്തുകൊണ്ട് P ടാഗിന്റെ ഞാൻ അവിടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിന്റെ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ, ഒരു ടൈറ്റിൽ എന്നുള്ളത് ഹെൽപ്പർ ആയിട്ടുള്ള സ്പാൻ ടാഗ്, ഇതാണ് ഇതിന്റെ അർത്ഥം. സ്പാൻ ടാഗ് ആണ് അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, ഹെൽപ്പർ എന്നുള്ളതാണ്.
സോ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം ടൈറ്റിൽ ഹെൽപ്പർ ആയിട്ട് ആട്രിബ്യൂട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസെൻഡന്റ് സെലക്ടർ എന്ന് പറയും. ഇപ്പോൾ ബോഡി ടാഗിന്റെ നേരെ അടിയിലായിട്ടുള്ള പി ടാഗ്സ് എല്ലാം, അതേപോലെ ബോഡി ടാഗിന്റെ ചൈൽഡ് ആയിട്ടുള്ള പി ടാഗ് എല്ലാം, അങ്ങനെ കുറച്ചധികം കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ പ്ലസ്, ഈ ടിൽറ്റ്, അങ്ങനെ കുറെ ഈ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് കുറെ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഇതൊന്നും അത്ര സേഫ് ആയിട്ടുള്ള ഒരു വേ അല്ല. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങാനും നിങ്ങളൊരു അപ്രോച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഒരു ഓർഡർ ഒക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെലക്ടേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ എപ്പോഴും പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു വേ നിങ്ങൾ ക്ലാസ് സെലക്ടേഴ്സോ ID സെലക്ടേഴ്സോ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇനി കോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ CSS-ഉം സ്റ്റീമറും കോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം എല്ലാ സമയത്തും ഈ IDയോ അല്ലെങ്കിൽ ക്ലാസ് സെലക്ടേഴ്സോ പ്രിഫർ ചെയ്യാം. ഇനി കുറേ അധികം CSS പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുന്ന മെത്തേഡ്സും അതിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട്. അത് കൂടുതലായിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം, അവിടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾസ് വായിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് അത്ര പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അതിനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ ഇതിന്റെ ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്ട് ആവും. അതേപോലെ അതിന്റെ ഈ റിലേഷൻ, ഇപ്പോൾ ചൈൽഡ്, ഇതിന്റെ പേര് കേൾക്കുന്നത് അഡ്ജസൻറ്റ്, സിബിലിംഗ്, ചൈൽഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ആ റിലേഷന്റെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ HTML ഡോക്യുമെന്റിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് എഫക്ട് ചെയ്യും. നിങ്ങൾ ഈ ഒരു സ്ട്രക്ചറിനെ, നിങ്ങളുടെ CSS പ്രോപ്പർട്ടീസിനെ ഒന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ CSS ക്ലാസ് അല്ലെങ്കിൽ ID സെലക്ടറിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ ചില സെനാരിയോസിൽ, ഇപ്പൊ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് റിലേഷൻസ് ആവശ്യമുണ്ടാവും. അത്രയും നെസസറി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം അത് യൂസ് ചെയ്യാൻ നോക്കുക. സോ ഇത്രയാണ് സെലക്ടേഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കോഡ് നിങ്ങൾക്ക് കിട്ടും, GitHub ത്രൂ കിട്ടും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് HTML ഈ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് HTML ഈ ബോക്സ് മോഡൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ.